ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? അപ്പം നോമ്പിനേക്കുള്ള ഒരുക്കങ്ങളിലായിരിക്കും എല്ലാവരും. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് നോമ്പാണല്ലോ. അപ്പോൾ എനിക്ക് നോമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ആളുകൾ മെസ്സേജ് അയക്കൽ നിസ്കാരക്കുപ്പായം ഉണ്ടോ എന്ന് ചോദിക്കലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു നിസ്കാരക്കുപ്പായം കുറച്ച് ആളുകൾ ഇങ്ങനെ ഇത് തയ്ക്കുന്നൊരു വീഡിയോ ഇടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ടാളുകൾ നിസ്കാരക്കുപ്പായം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ എടുത്താൽ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവുമല്ലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്രീപ്പിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. പൊതുവേ പ്രയർ ഡ്രസ്സിന് ക്രീപ്പാണ് മെറ്റീരിയൽ എടുക്കാറ്. നമുക്ക് അലക്കാനും ഉണങ്ങാനൊക്കെ സൗകര്യമാണ്. കുട്ടികൾക്ക് കൊണ്ടുനടക്കാനും യാത്രയിൽ കൊണ്ടുനടക്കാനൊക്കെ വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് അതാണ് സൗകര്യം. കോട്ടണിലും ഇതേപോലെ ചെയ്യാം. അതേപോലെ ഇത് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് ഈ സാധനം റെഡിമെയ്ഡായിട്ട്. അത് ബനിയൻ ക്ലോത്തിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഏത് മെറ്റീരിയലും ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് 5.5 മീറ്റർ ക്ലോത്ത് വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പം തുണീനെ 4 മടക്കിയിട്ടാണ് ഉള്ളത്. നമ്മൾ നൈറ്റിയൊക്കെ കട്ട് ചെയ്യാൻ, ചുരിദാറൊക്കെ കട്ട് ചെയ്യാൻ മടക്കിയിടുന്ന പോലെ തന്നെ 4 മടക്കിയിട്ട് അതിൻ്റെ വീതി നെക്കിന് ഞാനിതാ മൊത്തം നീളം 70 ഇഞ്ചാണ് കേട്ടോ. നെക്കിന് 3 ഇഞ്ച് വീതിയും ഫ്രണ്ട് നെക്ക് 3 ഇഞ്ച് നീളവും കൊടുത്ത് ഇതുണ്ട 4 മടക്കിയിട്ടാകുമ്പോൾ മേലെ നിന്ന് താഴെ വരെയുള്ള നീളം എന്ന് പറയുന്നതാണ് 70 ഇഞ്ച്. എന്ന് വെച്ചാൽ നമുക്ക് സ്കാർപ്പായല്ലേ കുറച്ച് ഇറക്കം അധികം വേണമല്ലോ, അതുകൊണ്ടാണ് 70 ഇഞ്ച് എടുത്തത്. ഇത് നിസ്കാരക്കുപ്പായം അല്ലാതെ ഫുൾ ഡ്രസ്സ് തന്നെ ആക്കാട്ടോ. അപ്പോൾ നമ്മൾ നിലത്ത് തൊടുന്ന ആ ലെങ്ത്ത് മതി. 5.5 ഇഞ്ച് വേണ്ടി വരുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോൾ ഞാൻ 3 പീസുമാണ് കാണിച്ചു തരുന്നത്. ഇത് വേണം കേട്ടോ, നമുക്ക് സിബ് വേണം. ഷോളിന് വേറെയും സ്ലീവ് വേറെയാണിത്. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് 3 ഇഞ്ച് ഇറക്കം, ബാക്ക് നെക്ക് 1/2 ഇഞ്ച് മാത്രം ഇറക്കം. നെക്കിൻ്റെ വിടുത്ത് 3 ഇഞ്ച്. വലിയ ആളുകൾക്ക് മാത്രമാണെങ്കിൽ 3 ഇഞ്ച് എടുക്കാവൂ, കുട്ടികൾക്കാണ് അതിനനുസരിച്ച് കുറയ്ക്കണം കേട്ടോ. പിന്നെ ഈ സിബ്, ഞാൻ എടുത്ത സിബിൻ്റെ നീളം ഇത്രയാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ 1 ഇഞ്ച് മേലെ വെച്ചിട്ടാണ് പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 3 ഇഞ്ച് ഫ്രണ്ട് നെക്ക് വിടുത്ത് 3, ബാക്ക് 1/2 ഇഞ്ച്. എന്നിട്ട് ഈ ഫ്രണ്ട് പാർട്ടിനെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം. ഉണ്ടല്ലേ, ആ സിബ് കൊടുക്കാനാണ്. ഈ സിബ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഷോള് ഇതിൻ്റെ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്ത്, ഇങ്ങനെ റോളിങ് ഷോളാണല്ലോ നമ്മളിപ്പോൾ മഫ്തക്ക് പകരം റോളിങ് ഷോളാണല്ലോ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതേപോലെയുള്ള നിസ്കാരക്കുപ്പായാണിത്. അപ്പം ഇങ്ങനെ ഇത് കട്ട് ചെയ്യുക. ഈ ഒരു കട്ടിങ് മാത്രമേ ഉള്ളൂ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ നിസ്കാരക്കുപ്പായത്തിൻ്റെ ബോഡി പാർട്ടിൽ. അപ്പോൾ ഈ കട്ടിങ് വെച്ചിട്ട് അത് മാറ്റി വെക്കുക. പിന്നെ 2 മീറ്റർ ക്ലോത്ത് ആണ് നമുക്ക് വേണ്ടത്. ഈ 2 മീറ്റർ ക്ലോത്ത് കൊണ്ട് നമ്മൾ ഷോളും സ്ലീവും കൂടി കിട്ടും. ഷോളിന് 2 മീറ്റർ നീളവും, അപ്പോൾ നമുക്ക് ഈ തുണിക്ക് 40 ഇഞ്ച് വീതിയാണ് ഉണ്ടാവുന്നത്. ഈ 40 ഇഞ്ച് വീതിയിൽ നിന്ന് 10 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ എത്രയായി? 30 ഇഞ്ച് വീതിയായി. ആ 10 ഇഞ്ച് വീതി കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാനുള്ളത്. അതാണ് ഈ കാണുന്നത്. ഈ 10 ഇഞ്ച് വീതിനെ 2 പീസ്, മൊത്തം 10 ഇഞ്ച് വീതിയിൽ 2 മീറ്റർ നീളത്തിലാണ് തുണി ഉണ്ടാകുക. അപ്പം 15 ഇഞ്ച് നീളത്തിൽ 4 പീസായിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ടെണ്ണം നമ്മൾ ചുരിദാറിനൊക്കെ ജോയിൻ്റ് ഉണ്ടാവുമല്ലോ, സ്ലീവിൻ്റെ സെൻറ്ററിലേക്ക് കൂടി ജോയിൻ്റ് ഉണ്ടാവില്ലേ, അതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് സ്ലീവ് വെക്കുന്നത്. പിന്നെ കഴുത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, പൈപ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ്, പൈപ്പിംഗ് മീൻസ് കഴുത്തിന് മടക്കി അടിക്കാൻ കേട്ടോ. അങ്ങനെ ക്രോസ് പീസ് ഒരു 3 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ശ്രദ്ധിച്ചാൽ സുഖമായിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യം ഞാൻ ഈ ഷോളിന് ചുറ്റാനുള്ള ഷോളില്ലേ, ഇതുമ്മേൽ അറ്റാച്ച് ചെയ്യുന്നത്, അതിന് 4 വശവും ചെറുതായിട്ട് മടക്കി അടിക്കുക. 4 വശവും മടക്കി അടിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഓരോരോ പണികൾ ഇങ്ങനെ സെറ്റാക്കി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോയിൻ ആക്കാൻ സുഖമാണ്. പിന്നെ സ്ലീവ് നമ്മൾ എടുത്തത് 15 ഇഞ്ച് നീളവും, നമുക്ക് ഷോളിൻ്റെ അറ്റത്തുനിന്ന് കട്ട് ചെയ്ത പീസിൽ നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത്. 10 ഇഞ്ച് വീതിയുള്ള 4 പീസിൽ എടുത്ത് 2 എണ്ണത്തിന് ജോയിൻ്റ് ആക്കി സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് എലാസ്റ്റിക് കൊടുത്ത്, എലാസ്റ്റിക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ കൂടി കോർത്ത് വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങളിഷ്ടം പോലെ കൊടുക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതും അവിടെ മാറ്റി വെച്ച്, ആ കയ്യും അവിടെ മാറ്റി വെച്ച്, ഷോളിൻ്റെ പീസും മാറ്റി വെച്ച്. ഇനി നമുക്ക് ഈ സിബ് ഇതിൻ്റെ
കഴുത്തിൻ്റെ ഫ്രണ്ടിൽ സിബ് വെക്കുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ തുണീനെ എടുത്ത് ഇങ്ങനെയല്ലേ ഉള്ളത്, കഴുത്ത് ഇങ്ങനെ ഒരു ഓപ്പണും. അപ്പം തുണീൻ്റെ നല്ല വശം ആണ് നമുക്ക് സിബ് തുറക്കുന്ന രൂപത്തിൽ വേണ്ടതല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചീത്ത വശം എടുത്തിട്ട് ഈ ഒരു താഴോട്ടേക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തില്ലേ, അതിനൊന്ന് മടക്കി തയ്ക്കുക. 1/4 ഇഞ്ച് തയ്യൽ തുമ്പെടുത്തിട്ട് താഴെ വരെ മടക്കി തയ്ക്കുക. താഴെ വരെ മടക്കി ഇങ്ങനെ തയ്ക്കുമ്പോൾ അറ്റത്തേക്ക് വരുമ്പം 1/4 ഇഞ്ച് കുറഞ്ഞിങ്ങനെ കോൺ പോലെ ആക്കിയിട്ട് വരണം കേട്ടോ. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മേലെ കാണുന്നത് നല്ല വശമാണ്. ഈ നല്ല വശത്തുനിന്ന് തുറക്കുന്ന രൂപത്തിൽ സിബ് കൊടുക്കണമെങ്കിൽ ചീത്ത വശത്ത് നമ്മളിപ്പോൾ കൂട്ടി തയ്ച്ച ഈ ഭാഗം ഇത് കണ്ടില്ലേ, ഇവിടെ സിബിൻ്റെ നല്ല വശം ഇതുമ്പോൾ തൊടുന്ന രൂപത്തിൽ വെച്ചിട്ട് നമ്മൾ ആ കറക്റ്റ് സെൻറ്ററാക്കി കൊടുത്തിട്ട് പിൻ കുത്തി വെക്കുക. കണ്ടോ, ആ സെൻറ്റർ ഇവിടെ ഇങ്ങനെ പിൻ കുത്തിയിട്ട് ഇതിലേക്കൂടി ഇങ്ങോട്ട് തയ്ച്ച് താഴേക്ക് എത്തുമ്പോൾ നമ്മൾ കീറി കൊടുത്തതിൻ്റെ ലാസ്റ്റിൽ നിന്ന് മേലോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മേലെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഇവിടെയാണ് ലാസ്റ്റ്, പക്ഷേ അതിന് കുറച്ചും കൂടി മേലെ വേണം കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ ഒരു എന്താ പറയുക, നമ്മൾ സ്ലിറ്റൊക്കെ മറിച്ച് തയ്ക്കുന്നത് പോലെ തന്നെ സ്ലിറ്റൊക്കെ ഒരു വശത്ത് നിന്ന് കയറി വന്നിട്ട് ഇങ്ങനെ തയ്ക്കല്ലോ, അത് ഇപ്പോൾ ഇതിങ്ങനെ തയ്ച്ച് വന്ന് ഇവിടെ എത്തി. ഇനി തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് അവിടെ നിന്ന് ലോക്കാക്കി കൊടുക്കുക. തിരിച്ച് ഈ ഒരു വശത്തേക്ക് നമ്മൾ തുടങ്ങിയ വശത്തിൻ്റെ അടുത്തേക്ക് തന്നെ എത്തുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ വെച്ചത് ചീത്ത വശത്താണ് സിബ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്, പക്ഷേ സിബിൻ്റെ നല്ല വശം ചീത്ത വശത്ത് തുണിയെ തൊടുന്ന രൂപത്തിലാണുള്ളത്. നമ്മൾ കൂട്ടി തയ്ച്ചില്ലേ, ഓപ്പൺ ആക്കി കൊടുത്ത ഭാഗം കൂട്ടി തയ്ച്ചില്ലേ, അതിന് സെൻറ്റർ കണക്കാക്കിയിട്ട് പിന്നെ കുത്തി വെച്ച് അത് സുഖമായിട്ട് തയ്ക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ നടുവിൽ ആദ്യം തയ്ച്ചു കൊടുത്ത സ്റ്റിച്ചില്ലേ, അത് മെല്ലെ അങ്ങോട്ട് ഊരുക. അത് ആ നൂലങ്ങോട്ടേക്ക് വലിച്ചെടുത്താൽ ഊരിപ്പോരാവുന്നതേ ഉള്ളൂ. കടാ, ഇപ്പോൾ സിബ് അവിടെ ഫിക്സായി നല്ല വൃത്തിയിലാവും ചെയ്ത്. സിബ് വെക്കുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കുത്തി വെച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, സാധാ ഫൂട്ടിൽ തന്നെ തയ്ക്കുക, സിബ്ബർ ഫൂട്ട് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് കഴുത്ത് ഫിനിഷ് ആക്കണം. കഴുത്ത് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ട് അതിനെ 2 മടക്കി ആ കഴുത്തിൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങനെ, ഞാൻ ഇതൊന്നുകൂടി പേപ്പറിൽ കാണിച്ചു തരുമ്പോൾ കുറേം കൂടി വിശദമാവും കേട്ടോ. കഴുത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിലും അങ്ങോട്ട് തയ്ച്ച് കൊടുക്കുക. തയ്ച്ച് കഴിഞ്ഞിട്ട് തയ്യൽ തുമ്പിൽ ഇടവിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ പൈപ്പിംഗ് പീസിനെ ഉള്ളിലേക്ക് മറിച്ച് പതിച്ചടിക്കുക. നമ്മൾ സാധാ കഴുത്തിന് ക്രോസ് പീസ് കൊണ്ട് ഫിനിഷിങ് വൃത്തിയാക്കി തയ്ക്കുന്നത് പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഒന്നുമില്ല, എളുപ്പമാണ്. മറ്റേ മോഡൽ നമ്മൾ നിസ്കാര കുപ്പായം ഒരുപാട് ആളുകൾ ചെയ്ത് ഒരുപാട് കമൻസ് ഉണ്ട്. ഈ നോമ്പായപ്പോൾ കുറേ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നിസ്കാര കുപ്പായത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ചെയ്തു, ഇപ്പോഴും ഓർഡർ ഉണ്ട്, ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും നോമ്പിനൊക്കെ പുതിയ നിസ്കാര കുപ്പായം എടുക്കുന്ന ടൈമുമാണല്ലോ. അപ്പോൾ നമ്മളെ കഴുത്തിൻ്റെ വർക്ക് വൃത്തിയായി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഷോള് ഇവിടെ വെച്ച് കൊടുക്കണം. ഇതിന് തലയിലേക്ക് ചുറ്റാനുള്ള ഷോള്. അതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ കൈ വെച്ച് കൊടുക്കാം. അപ്പം ഈ കഴുത്ത് ഫിനിഷ് കഴിഞ്ഞിട്ടാവുമ്പോൾ നമ്മൾ നല്ലോണം നോക്കുക. ഈ വെച്ച് ക്രോസ് പീസിൽ വെച്ച് ഇങ്ങനെ തയ്ക്കുമ്പം ചുളിവും കാര്യങ്ങളൊന്നും വരാതെ വൃത്തിയിൽ തന്നെ ചെയ്യുക. സിബ് ഇതിനേക്കാളും നീളത്തിലുള്ള സിബ് കൊടുക്കണം എന്നുള്ളവർക്ക് സിബ് കൊടുക്കുക കേട്ടോ. നീളത്തിലുള്ള സിബ് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിന ഒരു സിബാണ്, ഒരു 5 ഇഞ്ച് 6 ഇഞ്ചെങ്ങാൻ സിബാണ് ഇപ്പോൾ ഇത്. നിങ്ങൾക്ക് എത്രൻ്റെതാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ചെയ്യുന്ന സമയത്ത് തുണിയുടെ വീതി കുറയ്ക്കണം. കഴുത്തിൻ്റെ അകലം 3 ഇഞ്ചിൽ നിന്ന് കുറച്ചിട്ട് ചെറിയ കുട്ടികളാണ് 2 മതി, അല്ല 2.5 ഒക്കെ ആക്കിയിട്ട് കൊടുക്കുക. ഇനി നമ്മളടുത്തുള്ള കൈ, നമ്മൾ നടു ജോയിൻ ചെയ്ത് വെച്ച കൈ ഉണ്ടല്ലോ, ആ കൈയിനെ എടുത്തിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാക്കി വെച്ചിട്ട് നല്ല വശം ചേർത്ത് വെച്ച് 2 സൈഡിലേക്ക് അങ്ങനെ നീളത്തിൽ അടിച്ചു കൊടുക്കുക. നിസ്കാര കുപ്പായം സാധാരണ നിസ്കാര കുപ്പായമൊക്കെ അടിച്ച് ശീലമുള്ളവർക്ക് അറിയാം, കൈ വെറുതെ അവിടെ വെച്ച് തയ്ച്ച് കൊടുക്കാനേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ ഇതാ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കയ്യിൻ്റെ അറ്റം ഞാൻ ചെയ്തത് കണ്ടില്ലേ, എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് 1/4 ഇഞ്ച് എലാസ്റ്റിക്കോ 1/2 ഇഞ്ച് എലാസ്റ്റിക്കോ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ഷോള് റോളിങ് ആയിട്ടാണല്ലോ ഇതിന് വരുന്നത്, അത് കഴുത്തിൽ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീളം ഒരു വശം നീളം കൂടിയിട്ടും ഒരു വശം നീളം കുറഞ്ഞിട്ടല്ലേ നമ്മൾ ഷോള് റോൾ ചെയ്യുന്നത്. അപ്പം പിന്നെ ഇടത് വശത്ത്
ഇടത് വശത്തു നിന്നാണ് നമ്മൾ ഷോള് പിന്നെ തയ്ച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇടത് വശത്ത് ഒരു 1/2 മീറ്റർ തൂങ്ങാൻ വേണം. അപ്പോൾ തുടങ്ങുന്ന വശം ഇപ്പോൾ സിബ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ തുടങ്ങുന്ന വശത്ത് ഇടത് വശത്ത് ഒരു 1/2 മീറ്റർ, അതായത് ഒരു 18-19 ഇഞ്ച് നീളം തൂങ്ങുന്ന രൂപത്തിൽ ആയിട്ട് ആ 19 ഇഞ്ചിൻ്റെ അവിടെയാണ് നെക്കിൻ്റെ ക്രോസ് പീസ് നമ്മൾ വൃത്തിയാക്കി തയ്ച്ചില്ലേ അവിടെ വെച്ചിട്ട് തുടങ്ങേണ്ടത്, സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത്. അപ്പോൾ ഈ ഷോളിൻ്റെ നീളം 2 മീറ്ററും വീതി 30 ഇഞ്ചുമാണ് കേട്ടോ. അതിങ്ങനെ കൂട്ടേണ്ടവർക്ക് കൂട്ടാം, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. ഞാനത് നമ്മളൊക്കെ സൈസിൽ നല്ല വൃത്തിയിൽ കവറിങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ സാധനത്തിന് നിവർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഷോള് ഇപ്പോൾ അവിടെ പിൻ കൊണ്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, അത് തയ്ച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് സിബ് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പം 2 സൈഡിലേക്കും കഴുത്തിനല്ല. ഇതാണ് ഞാൻ പറഞ്ഞത് ഇടത് വശം. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്, അവസാനിക്കുക ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഇങ്ങനെ റൗണ്ടിലാണ് കൊടുക്കുക. ആ തയ്ക്കുമ്പോൾ നമ്മൾ കഴുത്തിന് പൈപ്പിങ് വെച്ച് തയ്ച്ച ആ സ്റ്റിച്ചിലേക്ക് കൂടി തന്നെ തയ്ക്കുക. അപ്പോൾ ഒരുപാട് സ്റ്റിച്ച് ഇതുമ്മൽ കാണാനുണ്ടാവില്ല, ഭംഗി കുറവായിട്ട് വരില്ല. മനസ്സിലായ? അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നുകൂടി മേലെ ഭാഗത്തേക്ക് പതിച്ചും തയ്ച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും. ഇത് നമ്മൾ വെച്ച് തയ്ക്കുമ്പോൾ ആദ്യത്തെ സ്റ്റിച്ചുമ്മലേക്ക് കൂടിയാണ് തയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് ഇങ്ങോട്ടൊരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത് ഉള്ളിലേക്കായിട്ടാണ് തുണി വരുന്നത്. കണ്ടില്ലേ, തുടങ്ങുന്ന വശം ഓപ്പൺ ആയിട്ടാണല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ തയ്ച്ചതിന് ശേഷം ആദ്യം ഇവിടെ തയ്ച്ചു, പിന്നെ ഈ അറ്റത്തെ കൂടി ഒന്ന് പതിച്ചും കൂടി തയ്ച്ച് കഴിഞ്ഞാൽ ആ ഷോള് റോൾ ചെയ്യാനുള്ള ഷോൾ അവിടെ ഫിക്സ്ഡായി. ഇത് ഇതേപോലെ മറ്റേ പ്രെയർ ഡ്രസ്സ് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ്സാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിന് പിന്നെ ഒരുപാട് ഗൾഫ് കസ്റ്റമേഴ്സാണ് ഉണ്ടാവുക. ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം ഇങ്ങനെയാണ് നമുക്ക് സാധനത്തിനെ കിട്ടുക. ഇങ്ങനെ റോൾ ചെയ്യും. ഇത് പിന്നെ കോട്ടണിൽ ചെയ്യാം, ബനിയൻ ക്ലോത്തിൽ ചെയ്യാം, ബനിയൻ പ്ലെയിനിൽ ചെയ്യാം, പ്രിൻറ്റിൽ ചെയ്യാം, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. പർദ്ദ ക്ലോത്ത് കൊണ്ടൊക്കെ നമ്മൾ കറക്റ്റ് സൈസിൽ ഡ്രസ്സാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഡ്രസ്സായി. പെരുന്നാളിന് വേണമെങ്കിൽ പെരുന്നാൾ ഡ്രസ്സ് ആ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി പേപ്പറിൻ്റെ അകത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. പേപ്പർ ഞാനിങ്ങനെ 4 മടക്കുകയാണ്, തുണീനെ 4 മടക്കുകയാണ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ നീളം 70 ഇഞ്ച്, വീതി മൊത്തം തുണിക്ക് 40 ഇഞ്ചാണ്, അപ്പം 20 ഇഞ്ചാണ് വീതി വരുന്നത്. അത്രയാണ് നമ്മൾ മെയിൻ പാർട്ടിൻ്റെ തുണി. നെക്കിൻ്റെ വീഴ്ത്തിയ 3 ഇഞ്ച് എടുത്ത് ഫ്രണ്ട് നെക്ക് 3 ഇഞ്ച്, ബാക്ക് നെക്ക് 1/2 ഇഞ്ച്. അതാണ് മെയിൻ പാർട്ടിന് കട്ടിങ് വരുന്നുള്ളൂ, വേറൊരു കട്ടിങ്ങും വരുന്നില്ല. ഫ്രണ്ടിൽ സിബിന് വേണ്ടിയിട്ട് എത്രയുള്ള സിബാണോ നമ്മൾ എടുക്കുന്നത് അതിനേക്കാൾ 1 ഇഞ്ച് കുറച്ചിട്ടുള്ളൊരു കട്ടിങ്ങും കൊടുക്കുക. അതാണ് മെയിൻ പാർട്ടിന്. ഇതാണ് നമ്മളെ മെയിൻ പാർട്ട്. അപ്പം ഈ ഇത്രയും നീളമുള്ള തുണി ബോഡി പാർട്ടിനും 2 മീറ്റർ ഷോളിനും സ്ലീവിനും കൂടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. 5.5 മീറ്റർ തുണി വേണം. ഇനി ഇതിനേക്കാളും നീളത്തിൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കണം. ഈ 2.5 മീറ്റർ തുണീൻ്റെ വീതി എന്ന് പറയുന്നത് 40 ഇഞ്ചാണല്ലോ. ആ 40 ഇഞ്ചിൽ നമുക്ക് അത്ര വീതി വേണ്ടാത്തത് കൊണ്ട് അതിൽ 10 ഇഞ്ചിന് നമ്മൾ നീളത്തിൽ അങ്ങോട്ടേക്ക് മടക്കി അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പം 10 ഇഞ്ച് വീതിയും 2 മീറ്റർ നീളമുള്ള പീസാണ് ഈ ഒരു ചെറിയ പീസ്. ഇത് നമ്മളെ ഷോളിനുള്ളത്. ഈ ഷോളിൻ്റെ 4 വശവും നമ്മൾ മടക്കി തയ്ച്ച് ഫിനിഷാക്കിയിട്ടാണ് ഷോൾ ഇതിൻ്റെ നെക്കിൽ വെച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മളത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഈ ഒരു ബാക്കിയുള്ള 10 ഇഞ്ച് വീതിയും 2 മീറ്റർ നീളമുള്ളതിനെ നമ്മൾ കട്ടാക്കുകയാണ്. ഞാനിത് നേർപകുതിയാക്കിയിട്ട് ഇവർ കാണിക്കുന്നതെന്ന് മാത്രം. നമുക്കതിന് വേണ്ടുന്ന നീളം 15 ഇഞ്ച്, വീതി 10 ഇഞ്ച് ഇതാണ് ഉള്ളൂ. അപ്പോൾ 15 ഇഞ്ച് നീളമുള്ള 4 പീസായിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ സ്ലീവിന് നടുവിലേക്ക് കൂടി ജോയിൻ്റ് വരുന്ന രൂപത്തിൽ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്ത് കൈക്ക് എലാസ്റ്റിക് ഇട്ടിട്ട് ചുരുക്കിയെടുക്കുക. നിസ്കാര കുപ്പായത്തിൻ്റെ കൈ താഴെ ഭാഗം ഒതുങ്ങി നിൽക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ വീതി 10 ഇഞ്ചാണ്, നീളം 15 ഇഞ്ചാണ്. മറന്നു പോകരുതേ. 1-2 വട്ടം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക.
അളവുകളൊക്കെ എന്നാൽ സുഖമായിട്ട് തയ്ക്കുക. അപ്പോൾ കുട്ടികളത് ചെയ്യണമ്പം അതിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്തണം. കഴുത്തിൽ വ്യത്യാസം വരണം, തുണിയുടെ വീതി കുറയ്ക്കണം. നമുക്ക് 40 ഇഞ്ച് വീതി കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ കുട്ടികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടും 4 പീസുകൾ ജോയിൻ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ താഴെ ഭാഗം മടക്കി തയ്ച്ചിട്ട് എലാസ്റ്റിക്കും കൊടുക്കുക. ഈ മെയിൻ പാർട്ടിനെ എടുത്ത് നമ്മളിങ്ങനെ നിവർത്തി സ്റ്റിച്ചിങ് തുടങ്ങുമ്പം ആദ്യം തന്നെ സിബ് കൊടുക്കണം. സിബ് കൊടുക്കുമ്പോൾ തുണിയുടെ ചീത്ത വശത്തേക്ക് പിടിച്ചിട്ട് നമ്മൾ മടക്കി തയ്ക്കുമല്ലോ. സാധാരണ ചീത്ത വശത്താണല്ലോ തയ്ക്കുക. ഈ ചീത്ത വശത്ത് തയ്ക്കുന്നത് പോലെ അങ്ങനെ ആ രൂപത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഓപ്പൺ ആക്കി കൊടുത്ത ഭാഗത്തിനെ കൂട്ടിപ്പിടിച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ മേലെ നിന്ന് ആ ഓപ്പണിൻ്റെ 1/2 ഇഞ്ച് താഴെ വരെ അങ്ങോട്ട് തയ്ക്കുക. അപ്പോൾ തയ്ക്കുമ്പോൾ താഴോട്ടേക്ക് വരുമ്പോൾ ഇങ്ങനെ കൂർത്ത് വരണം കേട്ടോ. ഏന്ന് എഴുതിയത് പോലെ ഉണ്ടാവണം തിരിച്ച് പിടിക്കുമ്പോൾ. അങ്ങനെ കൂർത്ത് വരുന്ന രൂപത്തിൽ ഇവിടെ ഇങ്ങനെ വരുന്ന രൂപത്തിൽ വേണം. അത് ഒരൊറ്റ സ്റ്റിച്ചേ ചെയ്യാവോ, നമുക്ക് അഴിക്കാനുള്ള സ്റ്റിച്ചാണ്, ലോക്കൊന്നും കൊടുക്കരുത്. അങ്ങനെ ചെയ്തതിന് ശേഷം നിവർത്തി വെച്ചിട്ട് അവിടെ സിബ് വെച്ച് ചീത്തവശത്ത് സിബ് വെക്കുക. അപ്പോൾ സിബിൻ്റെ പിടുത്തം റണ്ണർ ഉണ്ടല്ലോ, അത് നല്ല വശത്തേക്ക് കിട്ടുന്ന രൂപത്തിൽ തന്നെ ആക്കിയിട്ട് അതവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നെക്കിന് ക്രോസ് പീസ് കൊണ്ട് ഫിനിഷിങ് ചെയ്യുക. ക്രോസ് പീസ് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുക്കുക. അതിനെ മടക്കി വെച്ചിട്ട് നല്ല വശത്ത് വെച്ച് ഫുള്ളായിട്ട് തയ്ച്ച് തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് ചീത്ത വശത്തേക്ക് പതിച്ചങ്ങോട്ട് തയ്ക്കുക. അത്രേ ആ പണിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്ലീവ് ജോയിൻ ചെയ്ത് നടുവ് കണക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ അറ്റത്ത് നമ്മൾ എലാസ്റ്റിക് കൊടുക്കണം. മറ്റേ സ്ലീവും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 വശത്തും സ്ലീവ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം പിന്നെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അന്നേരം മതി ഷോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ആദ്യം ഷോൾ അറ്റാച്ച് ചെയ്തിട്ട് മതി എന്താക്കാനേ സ്ലീവ് ചേഞ്ച് ചെയ്യാൻ. ഇപ്പം ഞാനിപ്പോൾ ഷോളിൻ്റെ കാര്യം പറയാം. ഷോള് എന്താക്കുക, 4 വശം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മൾ ഇടത് വശത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. ഡ്രസ്സ് നല്ല രൂപത്തിൽ വിരിച്ചിട്ടതിന് ശേഷം, ചീത്തവശമല്ല കേട്ടോ, പുറത്ത് നല്ല രൂപത്തിൽ തിരിച്ചിട്ടതിന് ശേഷം ഇടത് വശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം ആ തൂങ്ങിക്കിടക്കാൻ 1/2 ഇഞ്ച് തൂങ്ങിക്കിടക്കുന്ന രൂപത്തിൽ കഴുത്തിന് കണക്കാക്കിയിട്ട് വേണം. 1/2 ഇഞ്ചല്ല, 1/2 മീറ്റർ. ഇപ്പോൾ ഇതാ കണ്ട, ഈ അറ്റം തുടങ്ങുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടേക്ക് 1/2 മീറ്റർ വേണം. 1/2 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 19 ഇഞ്ചാണ് കേട്ടോ. ഈ 2 മീറ്റർ ഷോൾ ഉള്ളവർക്കാണ് അങ്ങനെ. അല്ലാത്തവർക്ക് ഷോളിൻ്റെ വീതി നീളമൊക്കെ കുറയ്ക്കുന്നവർക്ക് നിങ്ങൾക്ക് എത്രയാണോ ചുറ്റാൻ വേണ്ടത് അത് നോക്കിയിട്ട് ചെയ്യുക. ചില ആളുകൾ ഷോൾ ചുറ്റുമ്പോൾ ഒരു ഭാഗം നല്ലോണം കുറവായിരിക്കും, ഒരു ഭാഗം കൂടുതലായിരിക്കും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ചുറ്റാൻ കംഫർട്ടബിൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക. ഫുള്ളായിട്ട് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. കൈ 2 സൈഡും താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക, നമ്മൾ നൈറ്റിയൊക്കെ ചെയ്യണ പോലെ. എന്നിട്ട് ഏറ്റവും താഴെ മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്യാനാണ് ഈ ഷോൾ ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ബനിയൻ ക്ലോത്തൊക്കെ ആണെങ്കിൽ അവിടെ കുത്തിയാൽ അവിടെ നിൽക്കും. ക്രീപ്പ് ക്ലോത്തും ഒരു കുഴപ്പമില്ല. ഡ്രസ്സായിട്ട് ചെയ്താൽ നല്ല ലുക്കായിരിക്കും. നിസ്കാരക്കുപ്പായം ഇത് കാണിക്കുമെന്ന് ചോദിച്ചിട്ട് കുറേ കമൻസ് വന്നതുകൊണ്ടാണ് റമദാനൊക്കെ ആയപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു. നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എല്ലാവരും റമദാൻ്റെ എല്ലാ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി നിൽക്കുകയായിരിക്കും വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു റമദാൻ ആശംസകൾ. ഏറ്റവും ഭംഗിയായിട്ട് റമദാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.